ഹായ് ഹലോ, ഞാനായിരിക്കും ചിലപ്പം ഇഫ ചിക്കന് അവസാനമായിട്ട് ഉണ്ടാക്കുന്ന ആൾ കേട്ടോ. എനിക്ക് ചിലരുണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ നമ്മളെല്ലാ പൊടികളും ഇട്ടിട്ട് ഞാൻ തൈരൊക്കെ ഉപയോഗിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി നമ്മളെ ചിക്കൻ മസാല കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ചിക്കൻ ഇവിടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം ഫ്രഷ് ക്രീം, കോഴിമുട്ട, വെളുത്തുള്ളി, ചീസാണ്. അത് ഞാനൊരു മിക്സിൻ്റെ ജാറിലെടുത്തിട്ട് ഇതെല്ലാം ഒന്ന് മിക്സാക്കിയിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇത്തിരി എന്താ പറയുക, പുളിക്ക് വേണ്ടിയിട്ട് ഇത്തിരി വിനെഗരും അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത ചിക്കന് ഞാനൊരു 1.5 മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് മസാലകളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഇലക്ഷൻ ചൂടിലായിരിക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമായിരിക്കണം, പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി, ചെറിയ തിരക്കുകളും കാര്യങ്ങളായിട്ട്. നമ്മൾ ചിക്കനൊക്കെ ആയി വന്നപ്പോൾ ഞാൻ ഫ്രഷ് ക്രീം ചീസൊക്കെ ഇട്ടുങ്ങാണ്ട് ഞാൻ മിക്സിയിൽ അരച്ച ആ അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ടാ. ചീസ് ഇഷ്ടപ്പെടുന്നവർ മസ്റ്റ് ട്രൈ ആണ്, ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിയാണ്. ഇത് പൊറോട്ടൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. പക്ഷെ ഞാനിവിടെ പൊറോട്ടൻ്റെ കൂടെയാണ് കഴിച്ചത്. അപ്പോൾ നമ്മൾ ആ ചൂട് ആറുന്നതിന് മുന്നേ തന്നെ കഴിക്കണം കേട്ടോ. ആ ചീസൊക്കെ അതിൽ മെൽട്ടായി നല്ല രീതിക്ക് അതിൽ പിടിച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇഫ ചിക്കൻ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.